ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീട്രൂട്ട് ബനാന ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ബീട്രൂട്ട് ജ്യൂസ് എന്നൊക്കെ ആദ്യമൊക്കെ ഞാൻ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ബീട്രൂട്ട് ജ്യൂസോ അത് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ ഈ ഒരു രീതിയിൽ ബീട്രൂട്ട് ജ്യൂസ് ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ടേസ്റ്റ് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. മൈസൂർ പായം വേണം, പിന്നെ ബീട്രൂട്ട് വേവിച്ച് വെച്ച ബീട്രൂട്ടാണ്, 3 വിസിലിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുത്താണ്, പിന്നെ പഞ്ചസാര, വാനില എസൻസ്, പിന്നെ പാലും വേണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആദ്യം തന്നെ മൈസൂർ പായം ആഡ് ചെയ്യുകയാണ്. 2 മൈസൂർ പായം ചെറുതാക്കി അരിഞ്ഞതാണ് എടുത്തത്. റോബസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സൗദി പായം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്, അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ അടുത്തിപ്പോൾ അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ മൈസൂർ പായം ചൂസ് ചെയ്തത്. പിന്നെ ഞാൻ ബീട്രൂട്ട് ആഡ് ചെയ്തു, 5 പീസ് ബീട്രൂട്ട് ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ 1 ടീസ്പൂണ് വാനില എസൻസ് ഓപ്ഷണലാണ്. അതില്ലാന്നുണ്ടെങ്കിൽ ഏലക്കായി ആഡ് ചെയ്താലും മതി, ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളത്. പിന്നെ നല്ല കട്ട പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് മിക്സിയിലിട്ടൊക്കെ അടിച്ചെടുത്ത് നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ടേസ്റ്റുള്ളൊരു ജ്യൂസാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മൈസൂർ പായം ചെറുതാക്കി കട്ട് ചെയ്തത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീട്രൂട്ട് ആഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു കളറും, ഈ ഒരു ജ്യൂസിന് നല്ലൊരു കളറും ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.